ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 5 അമലുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും. രണ്ടാമത്തേത് ചെയ്താൽ മലക്കുകളുടെ ദുആ കിട്ടും. മൂന്നാമത്തേത് ചെയ്താൽ ശൈത്താൻ്റെ മുഴുവൻ ഷർറുകളിൽ നിന്നും കാക്കപ്പെടും. നാലാമത്തേത് ചെയ്താൽ ഖുർആനോടുള്ള ആഗ്രഹവും അടുപ്പവും വർദ്ധിക്കും. അഞ്ചാമത്തേത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് തന്നെ സാധിക്കും. ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്ന അമല് അത് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ഔതിറു യാ അഹ്ലൽ ഖുർആൻ, ഖുർആന്റെ അഹ്ലുകാരെ നിങ്ങൾ വിത്ർ നമസ്കരിക്കുക. ഫഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, കാരണം അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ വിത്റിനെ ഇഷ്ടപ്പെടുന്നു. ഏറ്റവും കുറഞ്ഞത് ഒരു റക്അത്ത്, സാധിക്കുമെങ്കിൽ 3, 5, 7, 9 ഒക്കെ വിത്ർ നമസ്കരിച്ചിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമതായി മലക്കുകളുടെ ദുആ കിട്ടുന്ന അമല്, അത് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി അവസാനം കിടക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒളു എടുത്തിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി മൻ ബാത താഹിറൻ ബാത ഫീ ശഅരിഹി മലക്, ആരെങ്കിലും ഒരാൾ ശുദ്ധിയോടുകൂടി ഉറങ്ങുകയാണെങ്കിൽ അവന്റെ തലക്കും ഭാഗത്ത് അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കുന്ന, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞു കിടക്കുമ്പോഴെല്ലാം ആ മലക്ക് അവന് വേണ്ടി അല്ലാഹു മഗ്ഫിർലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത താഹിറ, അള്ളാഹു നിന്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ, അവൻ ശുദ്ധിയോടുകൂടിയാണ് ഉറങ്ങിയത് എന്ന് ദുആ ചെയ്യുന്നു. അത്ര വലിയ നിഅമത്തല്ലേ. നമ്മൾ കിടന്നുറങ്ങുന്നു, നമുക്ക് വേണ്ടിയിട്ട് മലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ശൈത്താന്റെ ഷർറിൽ നിന്നും കാക്കപ്പെടുന്ന അമല് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആയത്തുൽ കുർസി ഓതി ഉറങ്ങുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താന്റെ മുഴുവൻ ഷർറുകളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും അവനെ കാക്കപ്പെടുന്നു. നാലാമത്തെ ഖുർആനോടുള്ള അടുപ്പവും ആഗ്രഹവും വർദ്ധിപ്പിക്കുന്ന അമല്, നമ്മളൊക്കെ സോഷ്യൽ മീഡിയ 1-2 മണിക്കൂർ ഒരു മടുപ്പും മടിയും ഇല്ലാതെ ഉപയോഗിക്കുന്നവരാണ്. ഉറങ്ങുന്നതിന് മുമ്പും കുറേ നേരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കിടക്കാറ്. എന്നാൽ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് മടിയും അലസതയൊക്കെ തോന്നാറുണ്ട്. നാലാമത്തെ അമല്, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരല്പമെങ്കിലും ഖുർആനിൽ നിന്ന് ഓതിയിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അത് എത്ര കുറച്ചായാലും നിത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ, അള്ളാഹുവിൻ്റെ അമലുകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടം നിത്യമായി ചെയ്യുന്ന അമലാണെന്ന്. അപ്പോൾ കുറച്ചാണെങ്കിലും അരപ്പേജാണെങ്കിലും എല്ലാ ദിവസവും കൃത്യമായി ഓതിയിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അത് ഖുർആനോടുള്ള നമ്മുടെ ആഗ്രഹവും അടുപ്പവും ഒക്കെ വർദ്ധിപ്പിക്കും. അഞ്ചാമത്, നമ്മുടെ തെറ്റും ശരിയുമൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അമല്, അത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മുഹാസബത്തുൻ നഫ്സ്, നമ്മുടെ നഫ്സിനെ സ്വന്തമായി വിചാരണ ചെയ്യുക എന്നതാണ്. ആ വിചാരണ 2 തരത്തിലാണ് ചെയ്യേണ്ടത്. ഒന്ന്, ബാഹ്യമായ കാര്യങ്ങൾ, എൻ്റെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഹറാമുകൾ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ബാഹ്യമായ അമലുകളെ പറ്റി നമ്മൾ വിചാരണ ചെയ്യുക. രണ്ടാമത്, നമ്മുടെ ആന്തരികമായ കാര്യങ്ങളെ പറ്റിയും നമ്മൾ വിചാരണ ചെയ്യുക. ആരോടെങ്കിലും എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ടോ, വെറുപ്പ് തോന്നിയിട്ടുണ്ടോ, കിബറ് തോന്നിയിട്ടുണ്ടോ, മോശം ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടോ, ഇങ്ങനെ മുഹാസബ ചെയ്തിട്ട് കിടക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെറ്റും ശരിയും നമുക്ക് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും നമ്മുടെ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടി നമ്മളെ അത് സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ 5 അമൽ പരമാവധി പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ്